വളരെ മര്യാദഘട്ട പദമാണ് ആ മെമ്പർ ഉന്നയിച്ചത്. ഒരു വനിതാ മന്ത്രിയെ പറ്റിയാണ് ഉന്നയിച്ചത്. ഞങ്ങളുടെ വീണേച്ച് തൊട്ട് കളിക്കല്ലേട്ടാ, ഇല്ലെങ്കിൽ തൊട്ടവന്റെ കൈ ഞാൻ വെട്ടും. ഇതിന് മാത്രം വികാരധീനാവാനും വീണേച്ച് സപ്പോർട്ട് ചെയ്യാനും മാത്രം എന്താ അയാളിപ്പോ തെറി പറഞ്ഞത്? എന്ത് തോന്നിവാസവും പറയാമോ എന്ന് ശംസുദ്ദീൻ ചോദിച്ചിരുന്നു. അത് പിൻവലിക്കണം. പരാമർശനിരയിൽ നിന്നും വലിയ ബഹളമുണ്ടായി. എന്ത് തോന്നിവാസവും പറയാന്നുള്ള വാക്ക് എപ്പോഴാ തെറിയായെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിനിപ്പോ ഇന്ത്യൻ നിയമപ്രകാരം തെറിയാണോ എന്നും കൂടി എനിക്കറിയില്ല. അങ്ങനെ അത് തെറിയാണെങ്കിൽ എന്തായാലും കേസ് എടുക്കുക തന്നെ വേണം, മാപ്പ് പറയുക തന്നെ വേണം. പക്ഷെ വലതുപക്ഷായാലും ഇടതുപക്ഷായാലും എന്തായാലും തെറിയാശന്മാര് രണ്ടിടത്തും ഉണ്ട്. ഈ പറയുന്ന വ്യക്തിയുടെ പിറകിൽ ഒരാൾ നിൽക്കുന്നത് അവർ മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് അവര് ഒരു വിധവയായി പോയി, അവരുടേതായ വിധി ഇല്ല, മറ്റ് സംവിധാനങ്ങളില്ല എന്നുള്ളത് പറഞ്ഞു. ഇത് മുഴുവൻ ഗൈഡ് ലൈനുകൾ വെച്ചുകൊണ്ടാണ് സാർ ഞാൻ സംസാരിച്ചത്. ഈ ഗൈഡ് ലൈനും പിടിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? അതെന്തെങ്കിലും നടപ്പിലാവുന്നുണ്ടോ? കോട്ടയം മെഡിക്കൽ കോളേജ് പൊളിഞ്ഞു വീണപ്പോ മുതൽ തുടങ്ങിയതാ ശനികേട്. അതിനുശേഷം മൊത്തം അഴിമതി കഥകൾ മാത്രമേ പറയാനുള്ളൂ. ഒന്ന് ഹാരിസിന്റെ കഥ, പിന്നെ പാറശാലയിലുള്ള പ്രശ്നം, ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് തലമണ്ടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഗൈഡ് ലൈനും പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, ജനങ്ങളിലൊന്നും എത്തണില്ലല്ലോ. ഇവർക്ക് യാതൊരു വിലയുമില്ല. ഇങ്ങനെ അടിഞ്ഞൊരുങ്ങി നടക്കാമെന്നല്ലാണ്ട് പിന്നെ ചതുര വടിവിൽ സംസാരിക്കാനും അറിയാം. അതിനപ്പുറത്ത് ഒരു ആരോഗ്യമന്ത്രി ഇല്ല കേരളത്തിൽ. എന്തായാലും സ്പീക്കർക്ക് കാര്യം പിടികിട്ടി. ഇനി വേറെ വല്ല വാക്കുകളും മൂപ്പര് പറയുമോ എന്നുള്ള ഒരു പേടി എന്തായാലും സ്പീക്കർക്ക് ഉണ്ടായി. ഇല്ലെങ്കിൽ എന്തായാലും അവിടെ ഒരു വെട്ട് നടന്നിട്ടുണ്ടാവും.